നമസ്തേ, ഞാൻ മായ ജയമോഹൻ. 2025 മെയ് മാസം 18-ാം തീയതി രാഹുകേതുക്കൾക്ക് രാശിമാറ്റമുണ്ടായി. മീനം രാശിയിൽ ശനിയോടൊപ്പം യോഗം ചെയ്തിരുന്ന രാഹു കുംഭം രാശിയിലേക്കും കന്നിരാശിയിലിരുന്ന കേതു ചിങ്ങം രാശിയിലേക്കും മാറിയിരിക്കുകയാണ്. രാഹുകേതുക്കൾ 1.5 വർഷക്കാലമാണ് ഒരു രാശിയിൽ ഉണ്ടാകുന്നത്. ഇവ പ്രതിലോമമായിട്ട് സഞ്ചരിക്കുന്നതുമാണ്. 360 ഡിഗ്രിയുള്ള ഈ രാശിയുടെ 180 ഡിഗ്രി നേർരേഖയിൽ ഇവർ രണ്ടുപേരും എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന 2 നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. രാഹുവും കേതുവും യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളല്ല, ഛായാഗ്രഹങ്ങളാണ്. പക്ഷേ സൂര്യനുമായിട്ടും ചന്ദ്രനുമായിട്ടും വ്യാഴവുമായും ശുക്രനുമായിട്ടൊക്കെ ഈ രാഹുകേതുക്കൾ യോഗം ചെയ്യുമ്പോൾ ഒരുപാട് സ്വാധീനം ഒരു വ്യക്തിയിൽ അവരുടെ സൂര്യനുമായിട്ടൊക്കെ ചന്ദ്രനുമായിട്ടൊക്കെ ചേർന്ന് ഗ്രഹണം തന്നെ സംഭവിപ്പിക്കുന്നതിന് പര്യാപ്തമാണ് ഈ 2 ഗ്രഹങ്ങളും. ഇവരുടെ രാശിമാറ്റം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. 2026 ഡിസംബർ മാസം 5-ാം തീയതി വരെ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യം 3/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മിഥുനം രാശിക്കാർക്ക് നിലവിൽ രാഹു 10-ാം ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. ആ രാഹു 9-ലേക്ക് മാറിയിരിക്കുകയാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുകേതുക്കളുടെ ഈ മാറ്റം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. 9-ലെ രാഹു എന്തെല്ലാം തരുന്നു നോക്കാം. ഒന്നിനും ക്ഷമയുണ്ടാവില്ല. കാരണം ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് തീരുമാനിക്കുമ്പോൾ വേഗത്തിൽ അത് ചെയ്യണം. എടുത്ത് ചാട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ സംയമനം പാലിക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു രാഹുവിനെ കൊണ്ട് ഉണ്ടാകുന്നത്. കാരണം നന്നായി ചിന്തിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കാലഘട്ടവുമാണ്. അനാവശ്യമായിട്ട് പിതാവുമായി ചേർന്ന് തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയ്ക്ക് സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ ആത്മസംയമനം പാലിക്കണം എന്ന് അർത്ഥം. കാരണം മുൻകോപം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു സമയം, ഈ 1.5 വർഷക്കാലം രാഹുവിനെ കൊണ്ട്. സന്താനങ്ങളെ കൊണ്ടും ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയാണ്. കാരണം സൗഖ്യക്കുറവ്, അവരെ കൊണ്ട് അവരുടെ എന്തെങ്കിലും പരീക്ഷാ വിജയങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ പ്രയാസമുണ്ടാകാനോ ഒക്കെ ഉള്ള ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു സമയം. എന്നാൽ ധനപരമായിട്ട് വളരെയധികം ഉയർച്ചയുണ്ടാകും. ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ, കടൽ കടന്നുപോയി ചെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഗുണങ്ങളെ കൊടുക്കുന്ന ഒരു സമയമാണ്. അതായത് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് 100% സൽഗുണങ്ങളെ നൽകുന്ന ഒരു സമയമാണ് രാഹു മിഥുനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ കീർത്തി വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നല്ലത് പറയാൻ, ആൾക്കാർ നമ്മെക്കുറിച്ച് നല്ലത് പറയുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അതുപോലെ വിവാഹിതരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഭാര്യ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഒക്കെ സാമ്പത്തികമായിട്ട് സഹായങ്ങൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ടും നമ്മളെ ഒരാൾ എന്നുള്ള നിലയിൽ വേണ്ടുന്ന സഹായങ്ങൾ, അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാവുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുവിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. രാഹുവിൻ്റെ ഈ മാറ്റത്തിൽ വളരെയധികം ദേഷ്യനിയന്ത്രണം ആവശ്യമാണ്. മുൻകോപം ഇരട്ടിച്ച് എന്തെങ്കിലും വരുന്ന സമയം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ ആലോചിക്കുമ്പോഴേ അത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു വെപ്രാളം, അത് 2 വട്ടം ചിന്തിക്കാതെ ചാടിക്കേറി എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നമുക്ക് ശരിയായിട്ട് അപകടങ്ങളെ വരുത്തും. ശരിയായിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് അത് ശരിയാവത്തില്ല എന്നാണ് ഈ പറഞ്ഞത്. കേതു 4-ാം ഭാവത്തിലിരിക്കുകയായിരുന്നു. ആ കേതു 3-ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേതുവിൻ്റെ ഈ 3-ാം ഭാവത്തിലുള്ള ഈ സ്ഥിതി ഉന്നതമായ പദവികൾ, ഞാൻ രാഹുവിൻ്റെത് കൊണ്ട് തന്നെ പറഞ്ഞു, കർമ്മരംഗത്ത് പുഷ്ടിയുണ്ടാകും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേതുവിൻ്റെ ഈ മാറ്റവും നമുക്ക് ഉന്നതമായ പദവികൾ, എന്തെങ്കിലും നമുക്ക് ഹയർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവരെ സേവിച്ച്, അതായത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് സ്വാധീനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്, ഉയർന്നു പോകുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ എന്നും ചെയ്യില്ല എന്ന് ചിന്തിക്കുന്നവർ പോലും അറിയാതെ എന്തെങ്കിലുമൊക്കെ അവരെ സ്വാധീനിച്ച് ഹയർ അതോറിറ്റി
അതോറിറ്റിയെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയോ എന്തെങ്കിലും നമുക്കൊരു ഹോൾഡ് എവിടെയെങ്കിലും ഉണ്ടാക്കിയെടുത്ത് ഉയർന്നു പോകുന്നതിന് പറ്റുന്ന ഒരു സമയമാണ് ഇത്. ധനപരമായിട്ടും പുഷ്ടിയുണ്ടാകുന്ന ഒരു സമയം, ഒരു സുഖവും ഐശ്വര്യവും ഒക്കെ വരും. ധനപരമായി പരീക്ഷകളിലെ വിജയം, ധനപരമായി നേട്ടം, ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആരോഗ്യ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സഹോദരങ്ങളുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം. അതായത് സഹോദരങ്ങൾക്ക് ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകാം. അതുപോലെ അവരുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം. ആരോഗ്യ വിഷയങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയം. അതായത് ജാതകന്റെ സഹോദരങ്ങൾക്ക്, ഈ വ്യക്തിയുടെ, ഈ മിഥുനം രാശിക്കാരായിട്ടുള്ളവരുടെ സഹോദരങ്ങൾക്ക് ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നന്നായിട്ട് മഹാദേവനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കേതുവിൻ്റെ സ്ഥിതി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിലും രാഹു നമുക്ക് ഈ മുൻകോപം നമുക്ക് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കും. ആ ഒരു വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. ഇല്ലെങ്കിൽ വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു രാശിമാറ്റം മിഥുനം രാശിക്കാർക്ക് കൊടുക്കുന്നത്. പൊതുവിൽ ഒരു 90% നമുക്ക് ഗുണാനുഭവങ്ങൾ തന്നെയാണ്. ഒരു 10% ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ രാഹുകേതുക്കൾ ജാതകത്തിൽ ഇതുപോലെ ഈ 9-ലും 3-ലുമാണ് നിൽക്കുന്നതെങ്കിൽ അവർ പ്രത്യേകിച്ച് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം പിന്നെ അതുപോലെ ഈ ദശാകാലം, രാഹുവിൻ്റെ ദശാകാലമോ കേതുവിൻ്റെ ദശാകാലമോ ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാർ, അപഹാരകാലങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നന്നായിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ രാഹുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ കേതുവിനെ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശിവക്ഷേത്രത്തിൽ എള്ളെണ്ണ അഭിഷേകത്തിന് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. രാഹുവിന് വേണ്ടിയിട്ട് ഗണപതി പ്രീതി നടത്തുന്നത് നല്ലതാണ്. ചാമുണ്ടേശ്വരി അമ്മയെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മറ്റു മതസ്ഥർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളും ചെയ്ത് ഈ ഒരു 1.5 വർഷക്കാലം രാഹുകേതുക്കളുടെ ദേഷ്യം ഒന്ന് നിയന്ത്രിച്ച് പോകുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ശിവലിംഗം തണുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഒരു സെൽഫ് കൺട്രോളൊക്കെ ഉണ്ടായി നമ്മളൊന്ന് തണുത്ത് ശാന്തരായി വരുന്നതിന് സാധിക്കും. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.